friends, ഞാൻ Shini Nidheesh. Welcome to ChinsRuchi. ഇന്ന് നമുക്ക് അടിപൊളി കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത്, ചിക്കൻ വറവ് എന്നാണ് പറയുക. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതുണ്ടാക്കാൻ വേണ്ടൂ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഒരു മിനിറ്റ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ചിൻസ്റുച്ചിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെൽ ഐക്കണിലും കൂടി പ്രസ് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ എടുക്കുന്നുള്ളൂ, മുളക് പൊടി 1 ടീസ്പൂൺ. മുളക് പൊടി നമുക്ക് ഈ ഡിഷിൽ വേണ്ട, ഈ ഒരു മാരിനേഷന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതൊക്കെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്തൊരു 2 മണിക്കൂർ വെക്കാം. നമ്മൾ സ്വന്തം ചിക്കൻ വരട്ടിയതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു ഫുൾ ചിക്കൻ ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. 2 ഉള്ളി ചെറുതായി നുറുക്കി അരിഞ്ഞതാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളകാണ് ഇതിൻ്റെ മെയിൻ എരിവ് കൊടുക്കുന്ന സാധനം. പച്ചമുളകും കുരുമുളകും, വേറെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളകും മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, കുരുമുളകും 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണയിലാണ് ഇന്ന് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പം ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഡിഷ് വളരെ സിമ്പിളാണ്. ബാച്ചിലേഴ്സ്, അതേപോലെ ബിഗിനേഴ്സ് എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും നല്ലപോലെ റോസ്റ്റായി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഈ ഒരു റെസിപ്പിയിൽ മെയിൻ നമുക്ക് നോക്കേണ്ടത് നല്ലപോലെ ഇത് റോസ്റ്റ് ആവണം. ഇനി നമുക്ക് നമ്മൾ മസാല പൗഡേഴ്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. നല്ലപോലെ ഇത് നമുക്ക് ഈ ഒരു ഉള്ളി മിക്സിൻ്റെ അകത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഈ ചിക്കൻ വറവുണ്ടല്ലോ, ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അതേപോലെ നമുക്ക് ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാം. നമ്മളെ മസാല നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റേത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. നിങ്ങൾ പാത്രത്തിനനുസരിച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം നമ്മളിത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പം എൻ്റെ ഇത് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിലിടയ്ക്ക് 2 പ്രാവശ്യം നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളെ സ്പൈസി ചിക്കൻ വറവ് അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നല്ല കൊതിയോടെ നിൽക്കുന്നുണ്ട്. നിത്തു വേഗം പറ, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേഗം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പറയാം. ഒരു മിനിറ്റ്. നല്ല ചൂടുണ്ട്. അടിപൊളി, സൂപ്പറായിട്ട്. അതിൻ്റെ എല്ലാം ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടോ, സെപ്പറേറ്റ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി, കിടു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വെറുതെ പറയുന്നതല്ല, എന്തായാലും ട്രൈ ചെയ്യണം. സൂപ്പറായിട്ട്. ആഹാ, അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ചിൻസ്റുച്ചി. താങ്ക് യു.